ഏപ്രിൽ 9-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിണറായി വിജയൻ തിരുവനന്തപുരത്തെത്തി. ഉന്നത ഉദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുത്തു, തിരുവനന്തപുരം പട്ടണത്തിൽ 21 വീടുകൾ വാടകയ്ക്കെടുക്കുക, മന്ത്രിമാർക്ക് താമസിക്കാൻ. നിലവിലുള്ള മന്ത്രിമാരുടെ 21 വീടും പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ക്ലിഫ് ഹൗസിന്റെ എസ്റ്റിമേറ്റ് എത്രയാണെന്നറിയാമോ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തയ്യാറാക്കി വെച്ചേക്കുന്ന ക്ലിഫ് ഹൗസ് പുതുക്കി പണിയാൻ 30 കോടി രൂപ. അത് പണി ഒത്തിരി ഉണ്ട്, അത് വേറെ കാര്യം. ഞാനിപ്പോൾ തിരഞ്ഞെടുത്ത വീടും സാറ് താമസിക്കുന്ന SND എന്ന് പറഞ്ഞ വീടും കയറി താമസിക്കണമെങ്കിൽ 2-3 മാസം കഴിയും. അത് ഞാൻ ചെന്ന് നോക്കി ടാർപോളിയും കെട്ടി വെച്ചേക്കോ ഓടിന്റെ പുറത്ത്, മഴവെള്ളം താഴോട്ട് വീഴായിരിക്കും. അങ്ങനെ ചോർച്ച. ഞാൻ അതുമല്ല, തുകയിലുമല്ല ഞാൻ വന്നത്. പിണറായി വിജയൻ ജനങ്ങളിൽ നിന്ന് എത്രയോ അകന്നു എന്നുള്ളതിന്റെ തെളിവാണ്. പോളിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകും. അന്നേരം പറയുകയാണ് 21 വീടും പുതിയ വാടകയ്ക്ക് എടുത്തോളാൻ. റിസൾട്ട് പോലും കാത്തു നിൽക്കാൻ പറയുക. അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു ഭരണ സംവിധാനം വീണ്ടും ജനങ്ങളിലേക്ക് അടുക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്താതെ അതേ രീതിയിൽ മുഷ്ക് കാണിച്ചുകൊണ്ട് ഇന്നലെ ED റെയ്ഡ്. പിണറായി വിജയൻ കുറ്റം പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇങ്ങനൊരു മനുഷ്യൻ പിണറായി വിജയന്റെ പ്രസ്താവനയിൽ എന്നിട്ടും മോഡി എന്നൊരു വാക്ക് പറയുന്നില്ല. അതല്ലേ മനസ്സിലാകാത്തത്? അന്നേരവും മോഡിയെ തൃപ്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയുടെ പേര് വലിച്ചിഴക്കുന്നവർക്ക് മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ചർച്ച ചെയ്തു. ഞാൻ ദീർഘമായി മറ്റൊന്നിലേക്കും കടക്കുന്നില്ല. ഈ പ്രവണതകൾ നിലനിൽക്കുമ്പോൾ BJPയിലേക്ക് പോകാൻ മടിയില്ലാതെ CPMന്റെ ഒരു വിഭാഗം നിൽക്കുമ്പോൾ CPMന് നല്ലൊരു കേടുണ്ടായിരുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2 മുന്നണികൾ തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം 19 ലക്ഷത്തിലേറെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതിൽ നമ്മുടെ സ്വതന്ത്രർക്ക് കിട്ടിയ വോട്ടൂടെ ചേർത്ത് കഴിഞ്ഞാൽ 21 ലക്ഷത്തോളം വരും. കേരള ചരിത്രത്തിൽ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. 21 ലക്ഷത്തിന്റെ വ്യത്യാസം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ നാട് നന്നാകണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റുകൾ നമുക്ക് വോട്ട് ചെയ്തു. ഉന്നതനായ ഒരു വ്യക്തി, എനിക്കറിയാവുന്ന ഒരു ഇടത് സഹയാത്രികനോട് പറഞ്ഞത് അവർ ചെയ്തതായിരുന്നു ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക്. പയ്യന്നൂരെ കുഞ്ഞികൃഷ്ണനെ നിർത്താൻ അവരുടെ തീരുമാനം അവരെ പ്രേരിപ്പിച്ചത് എന്നാണ് അവർ വിലയിരുത്തിയത്. പിണറായി വിജയൻ ആയിരിക്കത്തില്ല വിലയിരുത്തി. പിണറായി വിജയൻ അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. കാരണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ സഖാവ് സത്യപ്രതിജ്ഞ ചെയ്ത് ബാക്കി എല്ലാവർക്കും കൈയെടുത്തു. കുഞ്ഞികൃഷ്ണൻ സഖാവ് അങ്ങോട്ട് ചെയ്താൽ പുള്ളി കൈയെടുത്തില്ല, കൈയെന്ന് പൊട്ടി കാണിച്ചിട്ടുണ്ട്. ബാക്കി എല്ലാവരും കൈയെടുത്തു. എന്നത് ഇപ്പോഴും സ്വാഭാവികമായി ആ സർജിക്കൽ സ്ട്രൈക്കിൽ അദ്ദേഹം വിലയിരുത്തിയതുകൊണ്ടായിരിക്കും അങ്ങനെ പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ആ നിലയിലേക്ക് സഖാവ് കുഞ്ഞികൃഷ്ണനെ അല്ലെങ്കിൽ പോലൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ സ്വതന്ത്രനാക്കി മാറ്റാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചെങ്കിൽ ഇവിടെ ഹസ്കർ അടക്കം രാഷ്ട്രീയ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം RSP ആണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം. ആ നിലയിലേക്ക് നമ്മുടെ മുന്നേറ്റം കൊണ്ടുപോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രാമപുരത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിലുള്ള ആദരാഞ്ജലിയും വിപ്ലവ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. വിപ്ലവ അഭിവാദ്യം.